പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് യജ്ഞശാല. എനിക്ക് തോന്നുന്നു ഒരുപാട് പൂജകൾക്ക് എന്താ പറയുക പുണ്യഭൂമിയായി മാറിയ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ശില്പ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ മഹാമാഘ മഹോത്സവം തുടങ്ങിയ അന്ന് മുതൽ വിവിധ തരത്തിലുള്ള പൂജകളും യാഗങ്ങളുമാണ് ഈ യജ്ഞശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ യജ്ഞം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളങ്ങൾ വരയ്ക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ സുധീർ നമ്പൂതിരി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ത്രിമൂർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള പൂജകളും ഗണപതി ഹോമവും എല്ലാം നടന്നിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്കറിയാം ഭൈരവ പൂജ, ശ്രീചക്ര നവാവരണ പൂജയായിരുന്നു ഇന്നലെ ഇവിടെ യാഗശാലയിൽ നടന്നത്. അതിനു മുൻപ് ഭൈരവ പൂജയുണ്ടായിരുന്നു, യക്ഷിയാഗം നടന്നിട്ടുണ്ടായിരുന്നു, ശാത്തൻ പൂജ നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ തലത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് സമ്പ്രദായങ്ങളിലുള്ള പൂജകളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ പൂജയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടവർക്ക് തന്നെ സംസാരിക്കാൻ സാധിക്കുമായിരിക്കും. തിരുമേനി, ഇന്ന് എന്തൊക്കെ പൂജയാണ് യാഗശാലയിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ഗണപതി ഹോമം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ഉമാമഹേശ്വര പൂജയുണ്ട്. പിന്നെ ശിവൻ്റെ 3 ഭാവത്തിലുള്ള പൂജകളുണ്ട്. ഇപ്പോൾ തുടറങ്ങോട്ടപ്പൻ്റെ ശിവൻ്റെ മൃത്യുഞ്ജയ ഭാവത്തിലുള്ള ശിവൻ്റെ പൂജയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളൊരു ശിവൻ ഉണ്ട്, ആ ശിവൻ്റെ പൂജയുണ്ട്. പിന്നെ തളി മഹാദേവൻ്റെ പൂജയുണ്ട്. അങ്ങനെ 3 ഭാവത്തിൽ ശിവൻ്റെ പൂജ നടക്കുന്നുണ്ട്. ഇന്നലെ അതുപോലെ ശ്രീചക്ര പൂജ നടന്നു. അത് ഭംഗിയായിട്ട് ഒത്തിരി ആളുകൾ അതിനകത്ത് ഇതിൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. കാര്യം ഇത്രയും ജനങ്ങളിവിടെ വന്നു കൂടുമ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും വരാൻ പറ്റാത്തതും വലിയൊരു നഷ്ടം തന്നെയാണെന്ന് എൻ്റെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ. ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇതുപോലെ പൂജയിൽ പങ്കെടുക്കാൻ, ഇതിനകത്തൊരു പൂജ ചെയ്യാനായിട്ട് എനിക്കൊരു മഹാഭാഗ്യം കൂടെ സിദ്ധിച്ചു. അതുകൊണ്ട് അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഷമേട്ട, ഇവിടേക്ക് എത്തുന്ന എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നതാണ് വലിയൊരു ഭാഗ്യമാണ് നിളയുടെ ഈ തീരത്ത് ഈ ഒരു യജ്ഞശാലയിൽ പൂജ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് സാക്ഷിയാവുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്നുള്ളതാണ് ഷമേട്ട. എനിക്ക് തോന്നുന്നു സംഘാടകൻ അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്, അല്ലേ അരുൺ? നമുക്ക് രാജേട്ടൻ കൂടെ ചെയ്യുന്നുണ്ട്. രാജേട്ടനും തുടക്കം മുതൽ തന്നെ കൃത്യമായിട്ട് ഇതിന്റെ ഓടി നടക്കുകയാണ്. എങ്ങനെയുണ്ട് രാജേട്ടൻ ഈ ഒരു അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ, നാളത്തോടു കൂടെ സമാപനത്തിലേക്ക് എത്തുകയാണ്? ഞങ്ങളെല്ലാവരും വളരെ വിഷമത്തിലാണ്. ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞൊരു വിഷമത്തിലാണ് നിൽക്കുന്നത്. ഈ പരിപാടി ഇത്രയും നമ്മൾ ഈ പുഴയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് ദിവസമാണല്ലോ നമ്മളെ കയ്യിൽ പരിപാടിക്ക് കിട്ടിയെന്നുള്ളൊരു സങ്കടം തന്നെയാണ്. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിത് തുടങ്ങിയ സമയത്ത്, ഈ പരിപാടി തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു ആശങ്ക തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾക്കൊന്നും ഒരു ആശങ്കൻ്റെ പ്രശ്നമില്ല. എല്ലാവരും പൊതു പബ്ലിക് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. നമുക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞ സംഘാടകർ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ്, വരണമെണ്ണാവുന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടുന്ന് പോകുന്നത് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ കിടക്കും. എവിടെ സ്ഥലം കിട്ടുന്നു അവിടെ കിടക്കും. ചിലപ്പോൾ പാടത്തായിരിക്കാം, ചിലപ്പം പുഴയിലായിരിക്കാം, ചിലപ്പോൾ തോണിയിലായിരിക്കാം. എന്നാലും ഞങ്ങൾക്ക് ശരീരത്തിനോ മനസ്സിനോ ഒരു വിഷമമില്ല. വളരെയധികം സന്തോഷപൂർവ്വം ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും ശരിക്കും പറഞ്ഞ സംഘാടകരെന്നുള്ള രീതിയിലല്ല, എല്ലാവരും കൂടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ തന്നെ നമ്മൾ 5000 പേർക്ക് തന്നെ നമുക്ക് വന്ന് താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ തിരുനാവാലി ചെയ്തിട്ടുണ്ട്. വെള്ളം, കുടിവെള്ളം, തിളപ്പിച്ചാറ് വെള്ളം കൊടുക്കുന്നത്, അതുപോലെ തന്നെ പായ കൊടുക്കുന്നത്, കലാണ കൊടുക്കുന്നത്. നമ്മളൊരു പന്തലിട്ട് അതിന് മേലെ നമ്മൾ ശരിക്കും ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ബർത്ത് അടിച്ചിട്ടാണ് അവർക്ക് കിടക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുന്നത്. അത് 2-3 ബാച്ചായിട്ട് രാത്രി ഞങ്ങൾ പുലർച്ചെ വരെ നിന്നിട്ട് ഈ ട്രെയിനിൽ ഇറങ്ങി വരുന്ന ആൾക്കാരും ബസ്സിൽ വരുന്ന ആൾക്കാരും ഞങ്ങൾ കൊടുത്തിട്ട്, പ്രത്യേകിച്ച് ബസ് വിളിച്ച് വരുന്നവരുണ്ടായിരിക്കാം, വാഹനം വിളിച്ച് വരുന്നവർക്കുള്ള അവർ രാത്രി അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാത്ത രീതിയിൽ തന്നെ അവരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചിട്ട് അവർ സുരക്ഷിതരാണോ എന്ന് ഞങ്ങൾ ദൃഢപ്പെടുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ സംഘാടകർ പോകുന്നത്. ഞങ്ങൾ ഇത്രയും ദിവസം ഉറക്കമൊഴിച്ചാലും ശരി, ഞങ്ങൾക്ക് മനസ്സിന് ഒരു പ്രശ്നങ്ങളും, കാലിനോ ശരീരത്തിനോ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ വിഷമം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പുഴയിൽ നിന്ന് ഞങ്ങൾ അക്കരെ കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ വളരെ വിഷമമാണ്. ഇത്രയും ദിവസം നമ്മൾ ചെലവഴിച്ചത് വളരെയധികം ഒരു പുണ്യഭൂമിയിലാണെന്നുള്ള ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ മീഡിയക്കാരും തന്നെ, മീഡിയ, പോലീസ്, സേവാഭാരതി, എല്ലാവരും, പോലീസും മീഡിയയും നമുക്ക് പറയാം, കറക്റ്റായിട്ട് പറയും. എല്ലാ കാര്യങ്ങളും അവരും വേണ്ട രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ജനത്തിനെ കുറിച്ച് പറയാം. എവിടെയാണ് ഒരു കാര്യങ്ങൾ എടുക്കാൻ കഴിയും, പൊതു പബ്ലിക്കിനെ അറിയിക്കാൻ കഴിയും. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കാണുന്നവർക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ കറക്റ്റ് തന്നെ എല്ലതും ഒഴിവാക്കാത്ത രീതിയിൽ ആരതി മുതൽ കുളിക്കുന്നത് വരെ, അതുപോലെ തന്നെ പാലം കടന്നു പോകുന്നത് വരെ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഞങ്ങളെയും പൊതു പബ്ലിക്കിനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജനം ചാനലും പൊതു പബ്ലിക്കിലുള്ള ചാനലുകളും എല്ലാം മുന്നോട്ട് പോയി
പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇനി ഇങ്ങനെ ഈ മീഡിയയിൽ വരാൻ സമയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവർക്കും ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഞങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉണ്ടായിരുന്നു എല്ലാവർക്കും. മലപ്പുറം ജില്ലയിൽ ഒരു കുംഭമേള വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സജീവമായിട്ട് നമ്മൾ അതേ രീതിയിലുള്ള സംഘാടക, അതേ രീതിയിലുള്ള തിരുനാവായ എന്നല്ല എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കാണ്. ഞാൻ വരണോ, ഞാൻ എന്ത് ചെയ്യണം, എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച് സഹായ സഹകരണം പറയും. വണ്ടി വേണോ, സാമ്പത്തികം അവർക്ക് വിഷയമല്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇറങ്ങി വരുന്ന സ്ഥലത്തുള്ള ഒരു പള്ളി, ആ പള്ളി തുറന്നു കൊടുത്തിട്ടാണ് ബാത്റൂമിൽ പോകാനും അവിടെ എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ശരിക്കും പറഞ്ഞ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഊട്ടിയുറപ്പിക്കലാണ് ഈ നടത്തിയതെന്നുള്ള പൂർണ്ണ ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും വലിയ ജനകീയോത്സവം തന്നെയാണ് രാജേട്ടാ. ഇവരുടെ സംഘാടകരുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. എന്തായാലും ഒപ്പം തന്നെ നമുക്ക് നമ്മളുടെ ടീം ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഓടി നടന്ന് നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ അണിയറയിലുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഏതാണ്ട് സമയമാകാറായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടുന്ന് താൽക്കാലികമായി നമുക്ക് വിട പറയേണ്ട സമയമായി. യജ്ഞശാലയിലെ പവിത്രമായ ഈ മണൽത്തരികളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് വിട പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഞങ്ങൾക്കൊപ്പം വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ടീമിലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ക്യാമറാമാൻ മനു ആണ് ഒന്ന്. എൻ്റെ കൂടെ ആദ്യം മുതൽ നമ്മൾ പാലക്കാട് ക്യാമറാമാനാണ് മനൂപ് ഉണ്ട്. ഒപ്പം തന്നെ മലപ്പുറത്തിലെ ക്യാമറാമാനായ സന്തോഷ് നമ്മുടെ കൂടെയുണ്ട്. ഒപ്പം നമ്മുടെ ഡിജിറ്റൽ ടീമിൻ്റെ ഭാഗമായിട്ട് കാർത്തിക അഞ്ജനയുണ്ട്. ഒപ്പം നമ്മുടെ പ്രിയൻ ചേട്ടൻ നമ്മുടെ സാരഥിയാണ്. നമ്മളെല്ലാവരുടെയും ഓടിച്ച് പെട്ടെന്ന് തന്നെ നമ്മളെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രിയൻ ചേട്ടനും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു വിഷ്ണുവിനെ മറന്നുപോയി. തീർച്ചയായും നമുക്ക് എല്ലാവരും പറഞ്ഞു വന്നപ്പോൾ വിഷ്ണുവാണ് നമ്മുടെ ഇപ്പോൾ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷ്ണുവിനെ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. വിഷ്ണു വേണമാണ്. വിഷ്ണുവിനെയും കൂടെ ഞങ്ങൾ ഇതാ പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട, വളരെ അത്രമേൽ ആത്മീയ അനുഭൂതിയുടെ നിറവിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളത്. ഇതെങ്ങനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കണമെന്ന് അത്രയും എന്താ പറയുക, അതിനു പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ പുത്തൻപുള്ളിയുടെ പ്രത്യേക പതിപ്പ് വീരം വിരാടം, അങ്ങനെ ഒരു പേരാണ് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീ പ്രദീപ് പിള്ള സാർ ഇതിന് നൽകിയിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു വിശേഷണമില്ല. കാരണം അത്രമേൽ അനുയോജ്യമായ ഒരു പേരാണ് ഇവിടെ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം വീരം വിരാടത്തിൻ്റെ ഈ പ്രത്യേക പുത്തൻപുള്ളിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീംമേറ്റ് കാർത്തിക അഞ്ജന നല്ലൊരു ഗായിക കൂടിയാണ്. അഞ്ജനയുടെ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഗൗതം സ്റ്റുഡിയോയിൽ തയ്യാറാണ്. ഗൗതത്തിലേക്ക് പോവാം. അഞ്ജന റെഡിയല്ലേ? നമ്മൾ നാവാമുകുന്ദന്റെ മണ്ണിലാണ്. അപ്പോൾ ഒരു കൃഷ്ണഭക്തി ഗാനത്തോടെ തുടങ്ങാം, അല്ലേ? വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തെ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. ഗംഭീരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ നമുക്ക് താൽക്കാലികമായി ഇവിടുന്ന് വിടവാങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഈ മണൽത്തരിയിലേക്ക് ഇത്തവണ വരാൻ സാധിക്കാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ വിഷമിക്കേണ്ട. നമുക്ക് എല്ലാ വർഷങ്ങളിലും, ഇനി ഒരുപക്ഷെ അടുത്ത വർഷങ്ങളിലൊക്കെ എത്രത്തോളം വലിയ തിരക്കാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. 2028 ഏറ്റവും വലിയ കുംഭമേള, അല്ലേ? യെസ്, അങ്ങനെ ഞങ്ങളും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ദേശീയോത്സവത്തിൻ്റെ ഓരോ ചലനങ്ങളും ഇനിയും ഇത്തരം പരിപാടികൾ ഞങ്ങൾ ടീം ജനം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കാരണം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യവുമാണ്, നമ്മുടെ സംസ്കാരവുമാണ്.